ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ റോഡിനപ്പുറം വലിയ കൊക്കയാ. ഈ സൂയിസൈഡ് പോയിന്റ് ഇല്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാ. അവിടേക്ക് പോയാലും തിരിച്ചു പിന്നെ മടങ്ങി വന്നിട്ടില്ല. സത്യ 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 എന്റെ കാലൊക്കെ തളർന്നു പോവാ. പപ്പി 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 സത്യ ശാലി അവരവിടെ എവിടെയും കാണും. നീ വാ, നമുക്ക് അവിടെ നോക്കാം. വാ പപ്പി പപ്പി സത്യ സത്യ നൂർജഹാനാണല്ലോ വിളിക്കുന്നത്. ഇതെന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? ഈ പെണ്ണിന്റെ ഒരു കാര്യം, ആ ഉറക്കം അങ്ങ് പോയി. പിന്നെ വിളിക്കുന്നു. ഇപ്പോ ബാപ്പച്ചി എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇറങ്ങി പോകുന്നതിന് മുമ്പേ ആലോചിക്കേണ്ടതായിരുന്നു. എന്റെ നൂറെ, താൻ എന്തിനാ ഇങ്ങനെ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? ചുമ്മാ രാവിലത്തെ ഉറക്കവും കളഞ്ഞു. അയ്യോ അനൂപേ, ഞാനല്ല. ഞാൻ വീട്ടിൽ നിന്ന് ഫോൺ എടുത്തില്ലായിരുന്നല്ലോ. എന്നാ പിന്നെ ഇന്നിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും. എടുക്കുന്നില്ലല്ലോ. ആരായിരിക്കും വിളിക്കുന്നത്? അവനായിരിക്കും, അല്ലെങ്കിൽ അവന്റെ വാപ്പ. അവൻ തച്ചിൻ്റെ വിളിക്കുക. ഇനി ചിലപ്പോ മാമിയാണെങ്കിലോ? ഞാൻ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. എന്തായാലും എടുക്കാം. വരുന്ന പോലെ വരട്ടെ. നീ എവിടെയാ? നീ എവിടെ ഉണ്ടെങ്കിലും ഞാൻ നിന്നെ പൊക്കിയിരിക്കും. പറടാ, നീ എവിടെയുണ്ട്? പറയാനാ പറഞ്ഞത്. ഹലോ, എന്താടാ? അവളുടെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ അവൻ ഫോൺ എടുത്തു വാപ്പാ, പക്ഷെ ഒരു അക്ഷരം മിണ്ടിയില്ല, കട്ടായി കളഞ്ഞു. ഉറപ്പാ വാപ്പാ, അവൻ ഇവിടെ എവിടെയുണ്ട്. എങ്കി എളുപ്പമായില്ലടാ. നമുക്ക് രഹസ്യമായി ചന്ദ്രബോസിനെ വിളിച്ച് അവനെ പൊക്കാം. എന്താണ് ലോക്കപ്പ് മുറിയിലെ ഇടിയെന്ന് അവന് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതോടെ അവന്റെ പണിക്കുറ്റം തീരും. തീർക്കണം. എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല, എന്നെ ചതിച്ചിട്ട് അവരെങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട. ഒന്നും നടന്നില്ലെങ്കിൽ രണ്ടിനെയും വെള്ളം പൊതിപ്പിച്ച് കിടത്തണം. വെള്ളം. നീ ഒന്ന് അടങ്ങ് നസീറേ. എന്താ വേണ്ടേന്ന് നമുക്ക് ആലോചിച്ച് തന്നെ ചെയ്യാം. ഞാൻ ആ ബോസിനെ ഒന്ന് വിളിക്കട്ടെ. മോനെ, നിന്നെ ഫോണിൽ കിട്ടിയ സ്ഥിതിക്ക് അവരെന്തായാലും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. പക്ഷെ അതിനു മുമ്പ് നമ്മള് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറഞ്ഞാലോ? അതുകൊണ്ട് ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നില്ല ശാരദാമ്മേ. നസീർ ഖാന്റെ ബാപ്പയ്ക്ക് പോലീസുകാർക്കിടയിൽ നല്ല പിടിപാടാ. പോലീസുകാര് നമ്മളെ ഉപദ്രവിക്കാനും സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യാ. ആരാ? നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കാം. അങ്ങോട്ട് വരണ്ട.
ബാലേന്ദ്രനോ? സത്യേ, പപ്പി, പപ്പി മോളെ, സത്യേ, പപ്പി സത്യേ. സത്യ പപ്പി കൃഷ്ണേട്ടാ, ഒരു സ്കൂട്ടർ എടുത്തിട്ടുണ്ട്, നീ വന്നേ. ഹലോ ഹലോ, ഒന്ന് നിർത്തറേ, ഒന്ന് നിർത്തറേ. എന്താ? പ്ലീസ്, എനിക്കൊരു ഉപകാരം ചെയ്യണം. അയ്യോ, ഞാൻ അത്യാവശ്യമായിട്ട് ഒരു മരണ വീട് വരെ പോവായിരുന്നു. എനിക്ക് ഒട്ടും സമയമില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഇവിടുത്തെ റേഞ്ച് ഓഫീസ് എവിടെ നിന്ന് പറഞ്ഞു തരുമോ? ഈ കാടിനകത്ത് എവിടെയുണ്ടെന്ന് അറിയൂ. എവിടെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പൊ ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ അടുത്ത് വല്ല കടകളോ മറ്റു സ്ഥാപനങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? 1-2 കിലോമീറ്റർ പോയാലൊരു കടയുണ്ട്. സുഹൃത്തെ, ഒന്ന് സഹായിക്കൂ. ഞങ്ങൾ 2 കുട്ടികളെ ഇന്നലെ രാത്രി കാണാനില്ല. നിങ്ങളെ ആരാ ഈ കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഈ റോഡിനപ്പുറം വലിയ കൊക്കയാ. ഈ സൂയിസൈഡ് പോയിന്റ് ഇല്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാ. അവിടേക്ക് പോയാലും തിരിച്ചു പിന്നെ മടങ്ങി വന്നിട്ടില്ല. അല്ല, ഈ കാടിനെ കുറിച്ച് ശരിക്കും അറിയാവുന്ന ആരെങ്കിലും കിട്ടുമോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാവോ? ഈ വഴി കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ ഒരു കാവുണ്ട്. അവിടെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കാണും. ഒന്ന് പോയി നോക്കിയോ, ഒരു സഹായം കിട്ടുന്ന എവിടെ നിന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ വണ്ടിയുടെ സ്ഥിതിക്ക് ഒന്നങ്ങോട്ട്. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം. അതുകൊണ്ടാ. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ എന്റെ സാഹചര്യം ഇതായിപ്പോയി. ഒന്നും വിചാരിക്കരുത് പ്ലീസ്. ശാലി, ഒന്നുമില്ല. എടുത്താ ടെൻഷൻ അടിക്കുക എനിക്ക്. കരയല്ലേ? അവിടെ ഒരു കാവുണ്ടെന്നല്ലേ പറഞ്ഞത്, നമുക്ക് അവിടെ പോയി നോക്കാം. താൻ വാ. വാ, സമയം കളയല്ലേ, നീ വാ. പപ്പി, പപ്പി, സത്യ, സത്യേ. പപ്പി, പപ്പി, സത്യ, പപ്പി, സത്യേ. സത്യ.